നമസ്കാരം. ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് +2 ക്വാളിഫിക്കേഷനുള്ള ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് റെയിൽവേയിലേക്ക് ഏകദേശം 11,500ഓളം തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന വസ്തുത നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് +2 നിലവാരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം 3,500ലധികം വേക്കൻസിയും ബാലൻസ് ഡിഗ്രി നിലവാരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 8,000-ലധികം വേക്കൻസിയും ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടിനും ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കും. 11,558 വേക്കൻസിയിലേക്ക് റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു. ഇത് നിലവിലുള്ള വേക്കൻസിയാണ്. സ്വാഭാവികമായി വേക്കൻസി അപ്ഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് എന്തൊക്കെ, എങ്ങനെ എന്ന വസ്തുതയെക്കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഒരു PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് പോലും റെയിൽവേ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ഈ SSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് റെയിൽവേ പരീക്ഷകൾ എഴുതി ക്വാളിഫൈ ചെയ്യും, വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ. അതാണ് റെയിൽവേ പരീക്ഷകളുടെ പ്രത്യേകത. അതിനകത്ത് ചോദിക്കുന്ന മാത്സ് വളരെ അഡ്വാൻസ്ഡ് അല്ല, ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ്. അതിനകത്ത് കാര്യമായ ഭാഗത്തിൽ GK ഉൾപ്പെടുത്തുന്നു. അത് തന്നെയാണ് PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയ മെറിറ്റ്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. നോക്കൂ, ഗ്രാജുവേറ്റ് പോസ്റ്റിന് 8,113 വേക്കൻസികളാണ് നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ പ്രായപരിധി 18-33 ആണ് നൽകിയിരിക്കുന്നത്. ഈ 18-33 പ്രായപരിധി നൽകിയിരിക്കുന്നെങ്കിലും സ്വാഭാവികമായി OBC കാറ്റഗറിക്കും അല്ലെങ്കിൽ SC/SC കാറ്റഗറിക്കും അവർക്ക് സാധാരണ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന ആനുകൂല്യം 3 വർഷം 5 വർഷം അത് ലഭിക്കുന്നതാണ്. എന്നാൽ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ സമയത്ത് കോവിഡുമായി ബന്ധപ്പെട്ട് 3 വർഷത്തെ റിലാക്സേഷൻ നൽകിയിരുന്നു. ഇപ്രാവശ്യം അത് നൽകുമോ ഇല്ലയോ എന്ന് നോട്ടിഫിക്കേഷനോടൊപ്പം മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഇനിഷ്യൽ പേ എന്ന് പറയുമ്പോൾ ബേസിക് പേ ഏകദേശം 35,400 രൂപയാണ്. ഈ 35,400 രൂപ അല്ല സാലറി. 35,400 രൂപ എന്ന ബേസിക് പേയ്ക്കൊപ്പം DA അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസും അതോടൊപ്പം തന്നെ HRAയും മറ്റ് നിരവധി അലവൻസുകളും ചേരുമ്പോൾ ഏകദേശം 60,000 മുതൽ 70,000 വരെ സാലറി ഉണ്ടാകാം ഡിഗ്രി നിലവാരത്തിലുള്ള പോസ്റ്റുകളിലേക്ക്. ഇതില് വിളിച്ചിട്ടുള്ള പോസ്റ്റുകളാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ജൂനിയർ അക്കൗണ്ടന്റ്, സീനിയർ ക്ലർക്ക്. ഈ പറയുന്ന തസ്തികകളിലേക്ക് ആപ്ലിക്കേഷൻ അയക്കാനുള്ള ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായ ഏത് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഏതുണ്ടെങ്കിലും നമുക്ക് തീർച്ചയായും ആപ്ലിക്കേഷൻ അയക്കാം. അതേപോലെ +2 ക്വാളിഫിക്കേഷൻ ഉള്ളപ്പോൾ അവിടെ പ്രായത്തിലൊരു വ്യത്യാസമുണ്ട്. 18 വയസ്സ് മുതൽ 30 വയസ്സ്. 18 വയസ്സ് പൂർത്തിയായിരിക്കണം. എന്നാൽ 30 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുക. അവിടെ 3,445 വേക്കൻസികളാണ് ഉള്ളത്. അതിന്റെ ബേസിക് പേ പറയുന്നത് 21,700 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ അലവൻസുകൾ എല്ലാം കൂടെ ചേരുമ്പോൾ 40,000 രൂപയോളം സാലറി ഇവിടെയും ഉണ്ടാകും. അതായത് മികച്ച പേയ്മെന്റ് ലഭിക്കും നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. റെയിൽവേ പരീക്ഷകളുടെയൊക്കെ പ്രത്യേകത വളരെ ഫാസ്റ്റായി പരീക്ഷ നടക്കുന്നു. ഈ വർഷം തന്നെ അല്ലെങ്കിൽ പരീക്ഷ നടന്നൊരു ലിമിറ്റഡ് ടൈമിനകത്ത് തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടി ജോലിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇതിലേക്ക് വിളിക്കുന്ന പ്രധാന പോസ്റ്റുകളാണ് ജൂനിയർ ക്ലർക്ക്, ട്രെയിൻ ക്ലർക്ക്, അക്കൗണ്ട് ക്ലർക്ക്, അതേപോലെ കൊമേഴ്സ്യൽ ടിക്കറ്റ് ക്ലർക്ക് എന്നൊക്കെ പറയുന്ന തസ്തികകളിലേക്കാണ് വിളിക്കുന്നത്. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സാണ്. 2 പരീക്ഷയാണുള്ളത്. ഒരു CBT 1ഉം ഒരു CBT 2ഉം. ഈ CBT 1ല് 30 മാർക്കിന് മാത്സ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, SSC ചോദിക്കുന്നത് പോലെ എല്ലാ ചോദ്യങ്ങളും വളരെ അഡ്വാൻസ്ഡ് ആവണമെന്നില്ല. വളരെ സിമ്പിളായ PSC പരീക്ഷകൾക്ക് കണ്ടുവരുന്ന ഏകദേശം 30%-40% ചോദ്യങ്ങൾ സെയിം ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കി ചോദ്യങ്ങൾ തന്നെ ഒരു മോഡറേറ്റ് ലെവലാണ്. 4-5 ചോദ്യങ്ങൾക്കപ്പുറം വളരെ അഡ്വാൻസ്ഡ് ചോദ്യങ്ങൾ ഉണ്ടാവാറില്ല. അതേപോലെ തന്നെ റീസണിങ് എന്ന് പറയുന്ന പാർട്ടും അതേ അവസ്ഥ തന്നെയാണ്. നമ്മൾ പഠിക്കേണ്ട റീസണിങ്ങിൽ 1-2 ടോപ്പിക്കുകൾ കൂടുതലായി ഉണ്ട് എന്നതാണ് വസ്തുത. അതേപോലെ തന്നെ ജനറൽ അവയർനെസ്, ഈ GK പാർട്ടിനകത്ത് നമ്മൾ കാണുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുതകളും കൂടെ ചേർത്ത് 100 ചോദ്യങ്ങൾ ഉണ്ടാകും. 100 മാർക്കിന്റെ പരീക്ഷ. ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ് CBT 1 എന്ന് പറയുന്നത്. ഒരു ഉദ്യോഗാർത്ഥി ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഒരു ലിമിറ്റഡ് ടൈം കൊണ്ട് അറൗണ്ട് 3 months കൊണ്ട് കടന്നുകൂടാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഇതെന്ന സത്യസന്ധമായ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇത് ക്വാളിഫൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിക്ക് അടുത്തൊരു പരീക്ഷ എഴുതണം. നമ്മുടെ മെയിൻ പരീക്ഷ പോലെ CBT 2
ഈ CBT2 നടത്തുന്നത് 120 മാർക്കിനാണ്. ഇവിടുത്തെ രസകരമായ വസ്തുത, സിലബസിൽ ഒരു മാറ്റവും ഇല്ല. സിലബസ് ആദ്യം ഫസ്റ്റ് CBT1 വേണ്ടി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒന്ന് റിഫ്രഷ് ചെയ്ത് എഴുതാൻ സാധിക്കുന്ന ഒരു പരീക്ഷയാണ് ഇത്. ചെറിയ മാറ്റങ്ങളൂടെ വരുത്തി പഠിച്ചാൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും. അവിടെ മാത്സ് 35 മാർക്കിനുണ്ട്, റീസണിങ് 35 മാർക്കിനുണ്ട്, അതേപോലെ തന്നെ 50 മാർക്കിന് GK ഉണ്ട്. ഇവയെല്ലാം കൂടെ ചേർത്ത് 120 മാർക്കിൻ്റെ പരീക്ഷയാണ്. അപ്പോൾ CBT1 ഒരു ക്വാളിഫയിങ് എക്സാം ആണെങ്കിൽ CBT2 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന പരീക്ഷയാണ്. ഇതിനുശേഷം ഒരു ടൈപ്പ് പരീക്ഷ നടത്താറുണ്ട്. അത് എല്ലാ പോസ്റ്റുകൾക്കും ഇല്ല, അതിനുമായി ആവശ്യമുള്ള പോസ്റ്റുകൾക്ക് വേണ്ടി മാത്രമാണ്. ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻസ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഡേറ്റുകളാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. ഏകദേശം 14 സെപ്റ്റംബറിൽ തുടങ്ങി 13 ഒക്ടോബർ വരെ ആയിരിക്കുമുള്ളത്. ദെൻ അതേപോലെ തന്നെ അത് അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ 21 മുതൽ അടുത്ത 20 വരെ, അതായത് ഈ മാസം ആപ്ലിക്കേഷൻ അയക്കാം എന്ന് പറയുന്ന വളരെ സന്തോഷകരമായ ഒരു കാര്യം കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതാണ്. അതായത് ലക്ഷ്യ സ്കൂൾ ഓഫ് SSC അതിൻ്റെ ബാങ്ക് റെയിൽവേ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം ലക്ഷ്യയുടെ SSC RRBക്ക് ഈ മാസം 23-ാം തീയതി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞങ്ങളുടെ പ്രത്യേകത ഇതാണ്, ആഴ്ചയിൽ 5 ദിവസം ക്ലാസ് ഉണ്ട്, മൺഡേ ടു ഫ്രൈഡേ. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 3:30 വരെയാണ് ക്ലാസ്. രാവിലെ 10-ന് ആരംഭിക്കുന്നു, വൈകുന്നേരം 3:30-ന് ക്ലാസ് അവസാനിക്കുന്നു. ആഴ്ചയിൽ 5 ദിവസങ്ങളുണ്ട്. ഓൾട്ടർനേറ്റ് ഡേയ്സിന് പകരം എല്ലാ ദിവസവും ക്ലാസ്സിൻ്റെ ആവശ്യം ഇവിടെ പ്രാക്ടീസ് ഉണ്ട്. പ്രാക്ടീസ് ചെയ്ത് വേഗത കൂട്ടുക എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പഠിക്കാനുള്ള കണ്ടന്റ് കുറവാണ്, പക്ഷേ പ്രാക്ടീസ് ചെയ്യാനുള്ള കണ്ടന്റ് കൂടുതലാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണിത്. ഇതൊരു ഓഫ്ലൈൻ കോഴ്സാണ്. ഓഫ്ലൈനാണ് കൂടുതൽ പ്രാധാന്യം. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഓൺലൈനിൽ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. ഇനി ഏറ്റവും വലിയ പ്രത്യേകത, ഇതൊരു ലിമിറ്റഡ് ടൈം കൊണ്ട് നമുക്കിതിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പരീക്ഷ എപ്പോഴാണോ മെൻഷൻ ചെയ്യുന്നത് ആ ഒരു കൃത്യസമയത്തിനകത്ത് ഞങ്ങൾ സാധാരണ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം ഉറപ്പിക്കണം, 100% ആത്മാർത്ഥമായി പഠിക്കാൻ തയ്യാറുള്ള, 100% ജോലി വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മാത്രമേ അഡ്മിഷൻ എടുക്കാവൂ. കാരണം ഇത് ലിബറൽ ആയൊരു കോഴ്സല്ല, വളരെ സ്ട്രിക്റ്റ് ആയാണ് ഞങ്ങൾ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. പരീക്ഷകൾ നടത്തും, മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ മറ്റ് പണിഷ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ലക്ഷ്യം ഒരു ജോലിയാണ്. സിസ്റ്റമാറ്റിക്കായി പഠിക്കാൻ ഞാൻ തയ്യാറാണ് എങ്കിൽ മാത്രമേ അഡ്മിഷൻ എടുക്കാവൂ. ദെൻ ഇതിനെ ബേസ് ചെയ്ത് ഒരാഴ്ച പഠിപ്പിക്കുന്ന വസ്തുതകളെ ആസ്പദമാക്കി എല്ലാ ആഴ്ചകളിലും വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും. ഒരാഴ്ച ക്ലാസ്സിൽ പഠിപ്പിച്ച വസ്തുതകളെ ആസ്പദമാക്കി നടത്തുന്ന പരീക്ഷയാണ് വീക്ക്ലി ടെസ്റ്റ്. അതേപോലെ തന്നെ മന്ത്ലി ടെസ്റ്റ് ഉണ്ടാവും. ഒരു മാസത്തെ വസ്തുതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മന്ത്ലി ടെസ്റ്റ് ഉണ്ടാവും. ഇനി ആ പഠിപ്പിച്ചു തീരുന്ന ടോപ്പിക്ക് ബേസ് ചെയ്തുകൊണ്ടുള്ള ടോപ്പിക് വൈസ് എക്സാമിനേഷൻസ് ഉണ്ടാവും. അതായത് ഒരാഴ്ച പഠിപ്പിക്കുന്നതിനെ ബേസ് ചെയ്തുള്ള വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും, ഒരു മാസം പഠിപ്പിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള മന്ത്ലി ടെസ്റ്റ് ഉണ്ടാവും, ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാവും. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ വർക്കൗട്ട് സെക്ഷൻ ഉണ്ട്. NCERTയുടെ ഡീറ്റെയിൽസ് ബേസ് ചെയ്തുകൊണ്ട് NCERT നോട്ട് ബേസ് ചെയ്തിട്ടുള്ള NCERT സെക്ഷൻസ് ഉണ്ട്. ഇനി ലൈബ്രറി ഫെസിലിറ്റി ഇവിടെ സ്വാഭാവികമാണ്. ഒരു CBT പരീക്ഷയൊക്കെ എഴുതാൻ പോകുന്ന ഒരാളിന് ലൈബ്രറി ഫെസിലിറ്റി ആവശ്യമാണ്, ലാബ് ആവശ്യമാണ്. ലാബ് മീൻസ് കമ്പ്യൂട്ടർ ലാബാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഗ്രൂപ്പ് സ്റ്റഡി ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ അയക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും ലക്ഷ്യയുടെ ക്ലാസ് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നത് എടുത്തു പറയാവുന്നതാണ്. താങ്ക് യു.